എല്ലാ മക്കൾക്കും എഡ്യൂസ്റ്റാറ്റ് ലേണിംഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ആരോമാറ്റിക് സംയുക്തങ്ങളെ കുറിച്ചാണ്. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചു. അതുകൂടി തന്നെ ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ്റെ നെയിമിങ് വ്യക്തമായിട്ട് പഠിച്ചു. നമ്മൾ ആരോമാറ്റിക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. കുറച്ച് നമ്മുടെ 10ാം ക്ലാസ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മക്കളെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള +1-ലാണ്. ഓക്കെ, അപ്പം വ്യക്തമായിട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇവിടെ ആരോമാറ്റിക്കിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ വർഷം 9-ൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കാണും. എന്താണ് സൈക്ലിക്, വലയ സംയുക്തം എന്താണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് വലയ സംയുക്തങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആരോമാറ്റിക്കിലേക്ക് കടക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ വലയ സംയുക്തം? ഒന്നുമില്ല, ഇങ്ങോട്ട് നോക്കുക. ഓപ്പൺ ചെയിൻ സംയുക്തത്തിന്റെ അതേ സ്വഭാവം കാണിക്കും, പക്ഷെ ക്ലോസ്ഡ് ആയിട്ട് വരും. ഓപ്പൺ ചെയിന്റെ അതേ ഗുണം കാണിക്കും, പക്ഷെ ക്ലോസ്ഡ് ആയിട്ട് വരും. അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ ഓപ്പൺ ചെയിനിൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അതിനേക്കാൾ 2 കുറവായിരിക്കും ക്ലോസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വലയമായിട്ട് വരുമ്പോൾ. ഞാൻ പറഞ്ഞു തരാം, ഇങ്ങോട്ട് നോക്ക്. എക്സാമ്പിൾ ആണ് CH3, പറ CH2, CH3. ഇതിന്റെ പേരെന്താണ്? അതാണ് പ്രൊപ്പേൻ എന്ന് വരും. എല്ലാവർക്കും അറിയാം, പ്രൊപ്പേൻ എന്ന് വരും. ഓക്കെ, നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 ഉണ്ട്. നോക്ക് മക്കളെ, എന്റെ മക്കളെ പറ, 3 ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം എത്ര ഉണ്ട്? 3ഉം 2ഉം 5ഉം 3 8 ഉണ്ട്. അപ്പൊ C3H8 എന്ന് വരത്തില്ലയോ? ഓക്കെ, ഇനി ഇത് ക്ലോസ്ഡ് ആയിട്ട് വരയ്ക്കാൻ പോവാ. അപ്പൊ നോക്കി, 3 വെച്ച് നമുക്കൊരു ത്രികോണം ഉണ്ടാക്കാം. CH2 എല്ലായിടത്തും എന്ത് വരും? CH2 എന്ന് വരും. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിന് പറയുന്ന പേരെന്താ? പ്രൊപ്പേൻ ആണെങ്കിൽ ഇതെന്താ? സൈക്ലോപ്രൊപ്പേൻ. സൈക്ലിക് അല്ലെങ്കിൽ വലയ സംയുക്തമാണെങ്കിൽ ഫ്രണ്ടിൽ സൈക്ലോ എന്ന് ചേർക്കും. സൈക്ലോപ്രൊപ്പേൻ, സൈക്ലോബ്യൂട്ടേൻ, സൈക്ലോഹെക്സേൻ എന്നൊക്കെ വരും. ഇത് പഠിച്ചേ നമ്മൾ 9 അല്ലയോ? സൈക്ലോ. ഓക്കെ ആണോ? ഇനി നിങ്ങൾ പറ മക്കളെ, ഇതിന്റെ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു. ഓപ്പൺ ചെയിനിൽ എത്ര ഹൈഡ്രാറ്റം ഉണ്ടോ അതിനേക്കാൾ 2 എന്ത് ചെയ്യും? കുറയും. ഇവിടെ എത്ര ഹൈഡ്രാറ്റം ഉണ്ട്? 8 ഉണ്ട്. 2 കുറഞ്ഞാൽ C3H6. നമുക്ക് നോക്കാം, നിങ്ങൾ എണ്ണ്. 1 2 3 C3 വന്നു. 2 4 6 H6 വന്നു. C3H6 എന്ന് വരും. ഇനി അടുത്ത് നോക്കുക, ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക, CH3, CH2, CH3. ഇതിന്റെ പേര് എല്ലാവർക്കും അറിയാം. എന്റെ മക്കളൊന്ന് പറഞ്ഞേ. 4 കാർബൺ ആറ്റം ഉണ്ട്, സിംഗിൾ ബോണ്ടാണ്. 4 കാർബൺ ആറ്റം ഉണ്ട്, സിംഗിൾ ബോണ്ടാണ്. അപ്പൊ അതിന്റെ പേര് ബ്യൂട്ടേൻ എന്ന് വരും. എന്ത് വരും? ബ്യൂട്ടേൻ എന്ന് വരും. ഇനി നിങ്ങൾ പറ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ C4 ഉണ്ട്. H എത്ര ഉണ്ട്? 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 3ഉം 10 C4H10 എന്ന് വരും. C4H10 എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ സൈക്ലിക് ആവുമ്പോഴാ 4 ആവുമ്പോ എന്താ? ഇങ്ങനെ വരും. ഓക്കെ, CH2 സിംഗിൾ ബോണ്ട് CH2 കണ്ടോ? CH2. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതിന്റെ പേര് ബ്യൂട്ടേൻ എന്നാണെങ്കിൽ ഇതിന്റെ പേര് എന്റെ മക്കൾ എനിക്ക് പറഞ്ഞതാ. ഇതിന്റെ പേര് എന്താണ്? സൈക്ലോബ്യൂട്ടേൻ. ബ്യൂട്ടേന്റെ ഫോർമുല C4H10 ആണെങ്കിൽ സൈക്ലിക് ആവുമ്പോൾ 2 ഹൈഡ്രാറ്റം കുറയും. അപ്പൊ എന്താ? C4H8 എന്ന് വരൂലേ? അപ്പൊ ഓർത്തോണം. ഇനി ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. CH3, CH2, CH3. ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ. 1 2 3 4 5 6 കാർബൺ ആറ്റം ആവുമ്പോൾ എന്ത് വരും? ഹെക്സേൻ എന്ന് വരും. പറ്റില്ലേ?
ഓക്കെ, ഫോമുല ഒന്ന് പറഞ്ഞ് C6 ഉണ്ട്. H1 പറഞ്ഞ് H1 എല്ലാവരും ഒന്ന് H പറഞ്ഞ് 3ഉം 2ഉം 5ഉം 2ഉം 7ഉം 2ഉം 9ഉം 2ഉം 11ഉം 3ഉം 14 C6H14 എന്ന് വരും. ഇത് സൈക്ലിക് വരയ്ക്കാം. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6. ഓക്കെ, അത് ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇത് നോക്കി, ഒന്നാമത്തെ കാർബൺ ആറ്റം. ഓക്കെ, രണ്ടാമത്തെ കാർബൺ ആറ്റം കണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാർബൺ ആറ്റം. ഓക്കെ, നാലാമത്തെ കാർബൺ ആറ്റം. 5 6. ഓക്കെ അല്ലേ? ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, ക്ലോസ് ആയിട്ട് വരുമ്പോൾ ആൽക്കേൻ ആണെങ്കിൽ എല്ലായിടത്തും 2 ഹൈഡ്രജൻ ആറ്റം കൊടുക്കുക അല്ലേ? 2 ഹൈഡ്രജൻ ആറ്റം കൊടുക്കുക. ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് ഓക്കെ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ, മനസ്സിലായി. ഇതാണ് എന്ത്? ഇതിന്റെ പേര് ഹെക്സേൻ ആണെങ്കിൽ ഇത് സൈക്ലോ ഹെക്സേൻ ആണ്. സൈക്ലിക് ആകുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ എന്താ? C6H12 എന്ന് വരും. നോക്കാം, നിങ്ങൾ എണ്ണ്. 1 2 3 4 5 6 എല്ലാത്തിലും 2 ഹൈഡ്രജൻ ആറ്റം. കാർബൺ നമുക്കറിയാം, കാർബൺ എപ്പോഴും 4 ബോണ്ട്. ഈ കാർബൺ നിങ്ങൾ നോക്കി, 1 2 3 4. കാർബണിന് 4 ബോണ്ടേ വരത്തുള്ളൂ. മാക്സിമം 4 ബോണ്ടാ വരണം. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇങ്ങോട്ട് വരയ്ക്കാൻ പോണം. ഒന്നും കൂടെ ഒന്ന് വരച്ച് സി. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സി 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 സി. ഇനി കൂടി യോജിപ്പിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാ കാർബൺ ആറ്റത്തിലും 2 ഹൈഡ്രജൻ ആറ്റം വീതം അല്ലേ? H H H H H H H H അല്ലേ? ഇതല്ലേ സൈക്ലോ എന്താണ്? സൈക്ലോ ഹെക്സേൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആരോമാറ്റിക് കോമ്പൗണ്ട്? നമ്മൾ പഠിച്ചതാണ്. ഒരു സിമ്പിൾ ആരോമാറ്റിക് കോമ്പൗണ്ടിന് ഉദാഹരണമാണ് ബെൻസീൻ. ഈ സൈക്ലോ ഹെക്സേനിൽ ഒന്നിടവിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കൊടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് ഞാൻ കൊടുത്തെന്ന് വിചാരിക്കുക. ഡബിൾ ബോണ്ട് കൊടുക്കുമ്പോൾ എവിടാണ് ഡബിൾ ബോണ്ട് കൊടുക്കുന്നത് അവിടെ നിന്ന് ഓരോ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യും? പോയി കിട്ടും. കാരണം ഇവിടെ നമുക്കറിയാം കാർബൺ എത്ര ബോണ്ടാ? 4 ബോണ്ടല്ലേ? 4 ബോണ്ടല്ലേ? നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തത് ഈ കാർബൺ ആറ്റം 1 2 3 4. അപ്പൊ എവിടാണോ ഡബിൾ ബോണ്ട് കൊടുക്കുന്നത് ആ കാർബൺ ആറ്റത്തിന്റെ കയ്യിൽ നിന്ന് ഓരോ ഹൈഡ്രജൻ ആറ്റം പോകും. ഓക്കെ, ഇനി ഒന്നിടവിട്ട ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേണ്ട, അടുത്ത് ഇവിടാണ്. ഇവിടാണ് കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഇവിടെ നിന്നൊരു H പോകും. ഇവിടെ നിന്നൊരു H പോകും. കണ്ടോ? ഇനി അടുത്തത് ഒന്നിടവിട്ട, അടുത്ത് ഇവിടെ വേണ്ട, ഇവിടെ കൊടുക്കുക. അപ്പോൾ എവിടാണോ കൊടുക്കുന്നത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഓരോ H എന്ത് ചെയ്യും? പോവും. ടോട്ടൽ 2 H പോകും. ഓരോ ബോണ്ട് വരുമ്പോൾ 2 H പോകും. ഓരോ 2 കാർബണാറ്റങ്ങൾക്കിടയിലല്ലേ ബോണ്ട് കൊടുക്കുക. അപ്പൊ അവിടെ നിന്ന് ഓരോ H പോകും. ടോട്ടൽ ഒരു ബോണ്ട് കൊടുക്കുമ്പോൾ 2 H പോകും. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫോമുല ഒന്ന് പറഞ്ഞ് സിക്കകത്ത് 6 എണ്ണം ഉണ്ട്. എത്ര H ഉണ്ട്? 1 2 3 4 5 6. C6H6 ആണ് ബെൻസീൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിക്കാൻ, ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ ആണല്ലോ? കണ്ടോ? എന്നിട്ട് ഒന്നിടവിട്ട് സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കൊടുക്കുക. ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതാണ് ബെൻസീൻ. ഈ ഓരോ ഉണ്ടയും ഓരോ കാർബൺ ആറ്റം എത്ര ഉണ്ടയുണ്ട് പറ മക്കളെ? 1 2 3 4 5 6. ഓക്കെ, 1 2 3 4 5 6. ഇവിടെ എല്ലാം ഓരോ എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഉണ്ടല്ലോ. അതാണ് മക്കളെ, നിങ്ങൾ പഠിച്ചോണം. ഇതാണ് എന്ത്? ബെൻസീൻ എന്ന് പറയുന്നത്. എന്താണ്?
ബെൻസീൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ബെൻസീൻ. കണ്ടോ, ഇതാണ് എന്ത്? ബെൻസീൻ. ബെൻസീൻ 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 ഓക്കെ ആണല്ലോ. ഇതിന്റെ ഫോർമുല എന്താ? C6H6 ആണ്. നോക്കുക, ഒന്നിടവിട്ട്. കണ്ട, നിങ്ങൾ നോക്കിയേ, ഇവിടെ ഡബിൾ ബോണ്ട് കൊടുത്തു, അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. എവിടാണോ ഡബിൾ ബോണ്ട്, അടുത്ത സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം ഇങ്ങോട്ടൊക്കെ. ബെൻസീൻ റിങ്ങിൽ, ബെൻസീനിൽ ശ്രദ്ധിക്കുക, ബെൻസീൻ ഞാൻ വരയ്ക്കുക. ഓക്കെ, ഇവിടെ ബോണ്ട്, ഇവിടെ ബോണ്ട്, ഇവിടെ ബോണ്ട്, ഒന്നിടവിട്ട. ഇവിടെ എല്ലാം ഹൈഡ്രേൻ ആയിക്കൂടെ? ഇവിടെ ഹൈഡ്രേൻ, ഇവിടെ ഹൈഡ്രേൻ, ഇവിടെ 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 ഇവിടെ. ഇവിടുത്തെ ഹൈഡ്രേൻ മാറി OH വന്നു. ഓക്കെ, OH വന്നു. അപ്പം C6 ആണ് ഫോർമുല, H6 ആണ്. അതിൽ നിന്ന് ഒരു H പോയി കഴിഞ്ഞാൽ 5 വന്ന്, പിന്നെ അവിടെ OH വന്നു. മനസ്സിലായോ? 1 2 3 4 5 H ഉണ്ട്, ഇവിടെ OH വന്നു. ഇതിന് പറയുന്ന പേരാണ് ഫീനോൾ. ഫീനോൾ അല്ലെങ്കിൽ ഹൈഡ്രോക്സി ബെൻസീൻ. OH എന്ന് വെച്ചാൽ ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പാണ്. OH എന്താണ്? ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പാണ്. OH എന്താണ്? ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അതാണ് ഇവിടെ കിടക്കുന്ന. നോക്കി, കണ്ടോ, ഫീനോൾ. കണ്ടോ? ഇനി നോക്കിയേ, ബെൻസീൻ റിങ്ങിൽ കണ്ടോ COOH വന്നു. COH എന്താ? കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ അതിന്റെ പേരെന്താ? അവസാനം ആസിഡ് എന്ന് വരും. കണ്ട, ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ്. ബെൻസീൻ്റെ അകത്ത് COOH വന്നാൽ ബെൻസോയിക് ആസിഡ്. ഫോർമുല എന്താ? ബെൻസീന്റെ C6H6 അല്ലേ? അവിടെ നിന്ന് ഒരു H പോകുന്നു, C6H5 വരുന്നു, എന്നിട്ട് COOH വരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നോക്കാം, ബെൻസീൻ റിങ്ങിൽ ശ്രദ്ധിക്കുക, ബെൻസീൻ, ഇതാ ബെൻസീൻ. ബെൻസീനിൽ ഒന്നിടണ്ട, ക്ലോറിൻ വന്നാൽ അതിന്റെ പേര് ക്ലോറോബെൻസീൻ. ബ്രോമിൻ വന്നാൽ ബ്രോമോബെൻസീൻ. അയഡിൻ വന്നാൽ അയഡോബെൻസീൻ. അയഡിൻ വന്നാൽ അയഡോബെൻസീൻ. അല്ലേ? മനസ്സിലായി? ക്ലോറിൻ വന്നാൽ ക്ലോറോബെൻസീൻ, ബ്രോമിൻ വന്നാൽ ബ്രോമോബെൻസീൻ, അയഡിൻ വന്നാൽ അയഡോബെൻസീൻ. ക്ലിയർ ആണോ? ബെൻസീന്റെ ഫോർമുല എന്താ? നമുക്കറിയാം C6H6. അവിടെ നിന്ന് ഒരു H പോയിട്ടാണ് Cl വരുന്നത്. അപ്പൊ ക്ലോറോബെൻസീൻ എന്താണ്? C6H5Cl എന്ന് വരും. ഓക്കെ ആണല്ലോ? C6H5Cl എന്ന് വരും. ഇനി ബെൻസീനി നമുക്ക് എന്ത് ചെയ്യാം? ബെൻസീൻ റിങ്ങിൽ ആൽഡിഹൈഡ് വന്നാൽ അതിന്റെ പേര് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം മക്കളെ, ശ്രദ്ധിക്കാം. ബെൻസീൻ റിങ് ആകാൻ നമുക്കറിയാം. ഓക്കെ അല്ലേ? ബെൻസീൻ C6 എന്താണ്? H6 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം C6 എന്താണ്? H6 ആണ്. എന്ത്? ബെൻസീൻ എന്നറിയാം, അല്ലയോ? ഒരു മിനിറ്റ് മക്കളെ, ബെൻസീൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. C6H6 ആണെന്ന് അറിയാം, അല്ലയോ? ഓക്കെ, ഇതാണ് ബെൻസീൻ. ഓക്കെ അല്ലേ? ഒന്നിടവിട്ട് എന്ത് വരും? സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും വരും. എന്ന് വെച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്ന് ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, ഇങ്ങനെ വരും. ഓക്കെ, ബെൻസീൻ റിങ്ങിൽ എന്താണ്? ആൽഡിഹൈഡ് വരും. എന്താണ്? CHO ആണ് ആൽഡിഹൈഡ്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? ബെൻസാൽഡിഹൈഡ്. എന്താണ്? ബെൻസാൽഡിഹൈഡ് എന്ന് വരും. എന്താണ്? ബെൻസാൽഡിഹൈഡ്. എന്താണ്? ബെൻസാൽഡിഹൈഡ് എന്ന് വരും. മനസ്സിലായോ? ബെൻസാൽഡിഹൈഡ് എന്ന് വരും. അപ്പം ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ വന്നാൽ ക്ലോറോബെൻസീൻ, ബ്രോമിൻ വന്നാൽ ബ്രോമോബെൻസീൻ, അയഡിൻ വന്നാൽ അയഡോബെൻസീൻ. മനസ്സിലായോ? ഒരു H പോയിട്ടാണ് ഇതെല്ലാം വരുന്നത്. ബെൻസീൻ റിങ്ങിൽ എന്താണ്? ആസിഡ് വന്നാൽ ബെൻസോയിക് ആസിഡ്. മനസ്സിലായോ? OH വന്നാൽ ഹൈഡ്രോക്സി ബെൻസീൻ അല്ലെങ്കിൽ ഫീനോൾ എന്ന് പറയും. നമുക്ക് ഇതിന്റെ ഫോർമുല പറഞ്ഞ്, ബെൻസീൻ എന്താ? C6H6 അല്ലേ? ഒരു H പോകുന്നു, അപ്പൊ എന്താ? C6H5 എന്ന് വരുന്നു, എന്നിട്ട് CHO വരുന്നു.
മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ഞാൻ ചോദിക്കാം മക്കളെ, പഠിച്ചോ? ബെൻസീൻ റിങ്ങിൽ എന്താണ്? ബെൻസീൻ റിങ്ങിൽ ഓക്കെ, ബെൻസീൻ ആവുമ്പോൾ നമുക്കറിയാം ഒന്നിടവിട്ട് ഡബിള്, സിംഗിള്, ഡബിള്, ഓക്കെ, ഇങ്ങനെ വരും. ബെൻസീൻ റിങ്ങിൽ CH3 വന്നാൽ എന്താ CH3? നമുക്കറിയാം മീത്തൈലാണ്. മീത്തൈൽ. അപ്പം ബെൻസീൻ റിങ്ങിൽ CH3 വന്നാൽ അതിന്റെ പേരെന്ത് വായിക്കും? നിങ്ങൾ പറ മക്കളെ. മീത്തൈല് ബെൻസീൻ എന്ന് വായിക്കും. മീത്തൈൽ ബെൻസീൻ. ഇതാണ് മക്കളെ ടൊലുവിൻ. എന്താണ്? ടൊലുവിൻ. മനസ്സിലായോ? ടൊലുവിൻ എന്ന് വായിക്കും. എന്താണ്? ടൊലുവിൻ. മീഥൈൽ ബെൻസീൻ ആണ് IUPAC. അവനെ വീട്ടിൽ വിളിക്കുന്ന പേര് ടൊലുവിൻ. ഹൈഡ്രോക്സി ബെൻസീൻ ആണ് ഫീനോൾ അല്ലേ? ഹൈഡ്രോക്സി ബെൻസീൻ അല്ലെങ്കിൽ ഫീനോൾ. അതുകൂടെ തന്നെ മീഥൈൽ ബെൻസീൻ അല്ലെങ്കിൽ ടൊലുവിൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു മക്കളെ. ഇത് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ +1 ആരോമാറ്റിക് സംയുക്തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതിയാകും. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? നോക്കി കണ്ട, ബെൻസീൻ റിങ്ങിൽ OH വന്നാൽ അത് ഫീനോൾ ആണ്. കണ്ട, ബെൻസീൻ റിങ്ങിൽ COH വന്നാൽ അത് ബെൻസോയിക് ആസിഡ് ആണ്. കാരണം ബെൻസീൻ എന്താ? C6H6 ആണ്. H മാറിയിട്ടാണ് C6H മാറി അവിടെ OH വന്നാൽ അത് ഫീനോളായി. മനസ്സിലായോ? C6H6 ആണ് ബെൻസീൻ. H മാറിയിട്ട് C6H5 വന്ന് അവിടെ COOH വന്നാൽ അതെന്തായി മാറി? ബെൻസോയിക് ആസിഡായി മാറി. C6H6 ആണെന്ത്? ബെൻസീൻ. H മാറിയിട്ട് Cl വന്നാൽ അത് ക്ലോറോ ബെൻസീനായി. C6H6ൽ H മാറിയിട്ട് എന്താ? ബ്രോമിൻ വന്നാൽ അത് ബ്രോമോ ബെൻസീനായി അല്ലെ? C6H6 ആണ് ബെൻസീൻ. H മാറിയിട്ട് അവിടെ CHO വന്നാൽ ബെൻസാൽഡിഹൈഡ് ആയി. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഐസോമെർസമാണ് വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ആയി പഠിക്കേണ്ടത് ഒന്ന് ആൽക്കേന്റെയും ആൽക്കീന്റെയും ആൽക്കൈന്റെയും നെയിമിംഗ് ആണ്. രണ്ടാമത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇപ്പം ഇങ്ങനെ വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇങ്ങനെ വരും മക്കളെ. നോക്കി, അതെ, CH3 CH2 OH ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. നമുക്കറിയാം OH വന്നാൽ അതെന്താണ്? ആൽക്കഹോൾ ആണ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. നമുക്ക് തെറ്റുന്ന കാര്യമുണ്ട് മക്കളെ. ഇങ്ങനെ വരും മക്കളെ. CH3 CH2 C കണ്ടോ? OH ഡബിൾ ബോണ്ട് O ഇങ്ങനെ തരും. ഇങ്ങനെ തരുമ്പം എന്റെ മക്കളെല്ലാം വിചാരിക്കും OH വന്നാൽ അത് ആൽക്കഹോൾ അല്ലേ? നമുക്ക് തെറ്റുന്നയാ. പക്ഷെ ഇത് ആൽക്കഹോൾ അല്ല. ഇത് നോക്കിയ COOH ആണ്. കാർബോക്സിലിക് ആസിഡ് ആണ്. അപ്പൊ എന്റെ മക്കള് ഓർത്തോളം OH അല്ല. ഇങ്ങനെ CH3 CH2 OH എന്ന് വന്നാൽ അത് ആൽക്കഹോൾ ആണ്. പക്ഷെ ഇവിടെ OH ഉണ്ട്. ഇതാ COOH. മനസ്സിലായി? അപ്പൊ അങ്ങനെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേരിടാൻ ചോദിച്ചിരിക്കും. പിന്നെ ഐസോമെർസം. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഈ 3 വ്യക്തമായി നിങ്ങൾ പഠിക്കണം. ആൽക്കേന്റെയും ആൽക്കീന്റെയും ആൽക്കൈന്റെയും നെയിമിങ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നെയിമിങ്, ലാസ്റ്റ് വൺ ഐസോമെർസം. അടുത്ത ക്ലാസ് നമ്മൾ ഐസോമെർസം പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് മറക്കരുതും. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു. ബൈ ബൈ. ഓക്കെ.